നമസ്കാരം. സഹാർ റേസ് പ്ലസിൻ്റെ ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് നാഷണൽ മൂവ്മെൻറ്റ്സ് ഇൻ കേരള പഠിക്കുകയാണ്. അതായത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ പഠിക്കുകയാണ്. ഓൾറെഡി നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായി പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് ബാക്കിയായിട്ട് പഠിക്കാൻ പോവാണ്. സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ സാധാരണ ഏത് ടോപ്പിക്ക് പറയുന്നതിന് മുമ്പും നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാറുണ്ട്. ടോപ്പിക്ക് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവിതാംകൂറിൽ ഒരു കാലഘട്ടത്തിലാണെന്ന് വിചാരിക്കുക. അതായത് മലയാളി മെമ്മോറിയൽ ഉണ്ടാകുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടമാണെന്ന് വിചാരിക്കുക. ആ കാലയളവിൽ 5 രൂപ മാസശമ്പളം, 5 രൂപ മാസശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, വലിയൊരു എമൗണ്ടാണ്. 5 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം വരുന്ന മൂല്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ 5 രൂപ എന്ന് കേൾക്കുന്നത്. ആ 5 രൂപ മാസശമ്പളം കൈപ്പറ്റുന്ന ജോലികൾക്ക് ഇപ്പോൾ വലിയ ഉദ്യോഗങ്ങളാണ്. ആ വലിയ ഉദ്യോഗങ്ങൾക്ക് തിരുവിതാംകൂറിൽ, അതായത് നമ്മുടെ നാട്ടിൽ വിദ്യാസമ്പന്നർ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ഉണ്ടെങ്കിൽ പോലും അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് തമിഴ് ബ്രാഹ്മണർക്ക് എന്ത് ചെയ്തിരുന്നു? അവർക്ക് പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നും കണക്കാക്കാതെ അവർക്ക് എന്ത് ചെയ്തിരുന്നു? ഈ ജോലി നൽകിയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു കാലയളവിൽ കുറേ നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു ഭീമമായ നിവേദനം, ഒരു ഹർജി തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ ഇവിടുത്തെ രാജാവിന് സമക്ഷം കൊടുക്കുന്നു. രാജാവ് ഇത് വായിച്ചു നോക്കി രാജാവ് എന്ത് തീരുമാനമെടുത്തു എന്നുള്ളതാണ് നമ്മൾ മലയാളി മെമ്മോറിയലിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെയാണ് മക്കളെ, ഇതും കോണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന എന്താണ്? മലയാളി മെമ്മോറിയൽ ആണ്. ഇതിൻ്റെ വർഷം എന്നാണ്? 1891 ആണ്. 1891 ആണ്. 1891 മലയാളി മെമ്മോറിയൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഭീമമായ ഹർജിയാണെന്നുള്ള ലെവലിൽ എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. അടുത്ത് നോക്കുക, ഇത് മലയാളി മെമ്മോറിയൽ, ആൾസോ നോൺ ആസ് ദ ട്രാവൻകൂർ മെമ്മോറിയൽ, വാസ് ദ ഫസ്റ്റ് മേജർ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇൻ മോഡേൺ ട്രാവൻകൂർ എന്ന് കൊടുത്തിരിക്കുകയാണ്. അതായത് ഇവിടെ പറയുന്ന മലയാളി മെമ്മോറിയൽ, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ട്രാവൻകൂർ മെമ്മോറിയൽ എന്നാണ്. ഇത് കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ മേജർ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമാണ് നമ്മൾ ഈ പറയുന്ന മോഡേൺ ട്രാവൻകൂറിൽ ഈ മലയാളി മെമ്മോറിയൽ. ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോയി. അപ്പം ഈ മലയാളി മെമ്മോറിയൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി കേൾക്കുക, മലയാളി മെമ്മോറിയൽ എന്താണ് എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം, എങ്കിലും അടുത്ത് ക്ലിയർ ആയിട്ട് ഇത് പറയാണ്. It was the first protest against the long-standing policy of appointing Tamil Brahmin to high government posts, a practice that had continued since the time of Ramayan Dalava. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഇറ്റ് വാസ് എ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ലോങ് സ്റ്റാൻഡിങ് പോളിസി ഓഫ് അപ്പോയിന്റിങ് തമിഴ് ബ്രാഹ്മൺ ടു ഹൈ ഗവൺമെന്റ് പോസ്റ്റസ് എന്നാണ്. ഇത് എത്രയോ വർഷക്കാലങ്ങളായി നടന്നു വരുന്ന ഒരു കീഴ്വഴക്കമാണ്. അത് ഏത് കീഴ്വഴക്കമാണെന്ന് ചോദിച്ചാൽ തമിഴ് ബ്രാഹ്മൺസിനെ ഇവിടെയുള്ള ഉയർന്ന ഉദ്യോഗങ്ങളിലേക്ക് പരിഗണിക്കുക. ഇത് എത്രയോ വർഷം മുമ്പ് നടന്നു വരികയാണ് എന്ന് പറയുമ്പോൾ ആ വർഷം നമ്മളിതാ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. രാമയ്യൻ ദളവയുടെ കാലഘട്ടം മുതലാണ് ഇത് നടന്നു വരുന്നത് എന്നുള്ളതാണ്. രാമയ്യൻ ദളവ എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തിരുവിതാംകൂറിൽ ആ സമയത്തുണ്ടായിരുന്ന ദളവയുടെ പേരാണ് രാമയ്യൻ ദളവ. ഈ മാർത്താണ്ഡവർമ്മയ്ക്ക് 4 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ആ 4 മന്ത്രിമാർ, ഒന്നാമത്തെ ആളിൻ്റെ പേര് അറുമുഖം പിള്ള, രണ്ടാമത്തെ ആളിൻ്റെ പേര് താണുപിള്ള, മൂന്നാമത്തെ ആളിൻ്റെ പേര് രാമയ്യൻ ദളവ, 4ാമത്തെ ആളിൻ്റെ പേര് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള. ഞാൻ പറഞ്ഞത് ഈ 4 പേരും ഈ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന സ്ഥാനപ്പേര്, അതായത് രാമയ്യൻ ദളവയായിട്ടാണ് സ്ഥാനപ്പേരുണ്ടായിരുന്നത്. കാരണം ഈ മാർത്താണ്ഡവർമ്മയുടെ വളരെ അടുത്ത സുഹൃത്തും സ്നേഹിതനും കൂടി ആയിരുന്ന ആളാണ് ഈ പറയുന്ന രാമയ്യൻ ദളവ. കുളച്ചൽ യുദ്ധകാലത്താണെങ്കിലും അല്ലെങ്കിൽ തിരുവിതാംകൂർ വലിയ രാജ്യമായിട്ട് പിൽക്കാലത്ത് മാറുമ്പോഴും അതിനെല്ലാം മാർത്താണ്ഡവർമ്മയുടെ വലങ്കായായി നിന്ന മന്ത്രിയാണ് രാമയ്യൻ ദളവ. ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ ദിവാൻ എന്ന് പറയാറില്ല. ദിവാൻ എന്നൊക്കെയുള്ള സ്ഥാനപ്പേര് വരുന്നത് കാർത്തിക തിരുനാളിൻ്റെ അവസാന കാലത്തൊക്കെയാണ്. ഞാൻ പറയുന്നത് കാർത്തിക തിരുനാളിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് രാജാ കേശവദാസൻ ആദ്യത്തെ ദിവാനായിട്ട് മാറുന്നത്.
ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് രാമയ്യൻ ദളവയുടെ കാലം മുതലാണ് ഈ തമിഴ് ബ്രാഹ്മൺസിന് ഉന്നത ഉദ്യോഗങ്ങൾക്കുള്ള ഈ പറയുന്ന സംവരണം പോലെ അവർ കീഴ്വഴക്കമായിട്ട് അവരിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നമ്മൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ദ പ്രൈമറി ഡിമാൻഡ്സ് വാസ് ടു പ്രൊവൈഡ് ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് ടു ദ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഓഫ് ട്രാവൻകൂർ റിഗാർഡ്ലെസ് ഓഫ് ദെയർ കാസ്റ്റ് ഓർ ക്രീഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പ്രൈമറി ഡിമാൻഡ് വാസ് ടു പ്രൊവൈഡ് ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് ടു ദ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഓഫ് ട്രാവൻകൂർ എന്നാണ്. ഈ പറയുന്ന ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഈ നിവേദനം എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. അത് എന്താണ്? തിരുവിതാംകൂറിൽ ഉന്നത ഉദ്യോഗങ്ങൾ എന്ത് ചെയ്യും, ഉദ്യോഗങ്ങളുണ്ട്. അതിൽ തിരുവിതാംകൂറിൽ ഉള്ള ആളുകൾക്ക്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസിന് എന്ത് കൊടുക്കുക, ഇത് കൊടുക്കുക എന്നുള്ളതാണ്. അത് അവിടെ ജാതിയോ മറ്റ് സംവരണങ്ങളോ ഒന്നും നോക്കാതെ, മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക്, വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക്, വിദ്യാസമ്പന്നർക്ക് എന്ത് കൊടുക്കുക, തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് നോക്കുക. ദ മൂവ്മെന്റ് വാസ് driven by the slogan Travancore for Travancoreans, which was coined by ബാരിസ്റ്റർ ജി പരമേശ്വരൻ പിള്ളൈ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ പറയുന്നത് the movement was driven by the slogan Travancore for Travancoreans. നിങ്ങളിതാ ഈ സ്ലോഗൻ ഒന്ന് ശ്രദ്ധിക്കുക. ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറുകാർക്ക്. ഇത് പ്രീവിയസ് ചോദ്യം കൂടിയാണ്, പിന്നീട് നമ്മൾ ചോദ്യമായിട്ട് ഇതിനെ കാണും. അപ്പോൾ ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക ഈ ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറുകാർക്കാണ്. ഇത് ഇംഗ്ലീഷിലല്ലേ കൊടുത്തിരിക്കുന്നത് ഇവിടെ? ഇത് ഇംഗ്ലീഷ് തന്നെയാണോ ആദ്യമായിട്ട് വരുന്നത്? ശരിക്കും ഇംഗ്ലീഷ് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൻ്റെ പേര് മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നാണ്. ആ മദ്രാസ് സ്റ്റാൻഡേർഡിൻ്റെ പത്രാധിപരായിരുന്ന മലയാളിയുടെ പേരാണ് ബാരിസ്റ്റർ ജി പി പിള്ള, അഥവാ ജി പരമേശ്വരൻ പിള്ള എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ ജി പരമേശ്വരൻ പിള്ളയാണ് ഈ വിഷയം ആദ്യമായിട്ട് തിരുവിതാംകൂറിലെ ജനങ്ങൾക്കിടയിലേക്ക് ആളിക്കത്തിക്കുന്നത്. ഇദ്ദേഹം ചെയ്ത പരിപാടി, ഇദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ഇങ്ങനെ എഴുതി വിട്ടു: ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ് എന്നാണ് അന്ന് കൊടുത്ത ഹെഡിങ്. ആ ഹെഡിങ്ങിൻ്റെ ഉപചാരാവ് ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. രാവിലെ പത്രം എടുത്ത് നോക്കുന്ന തിരുവിതാംകൂറിലുള്ള ഓരോരുത്തരും, എന്തിന് ഇംഗ്ലീഷുകാർ പോലും അവർ ഈ പറയുന്ന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന മലയാളി മെമ്മോറിയലിൻ്റെ തുടക്കം ഒരു തീപ്പൊരിയായ ഒരു സ്പാർക്കായിട്ട് ആരംഭിക്കുന്നത്. എവിടെ നിന്നാണ്? ഈ മുദ്രാവാക്യത്തിൽ നിന്നാണ്, ഒരു പത്രത്തിൽ നിന്നുണ്ടായി. ഇതിനെയാണ് നമ്മൾ ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ്, അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ബാരിസ്റ്റർ ജി പരമേശ്വരൻ പിള്ളയാണ് എന്നുള്ളത് ക്ലാസ്സിൽ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ പറയുന്നത് ഉന്നത ഉദ്യോഗങ്ങൾക്ക് തിരുവിതാംകൂറിലെ വിദ്യാസമ്പന്നരെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എന്ത് ചെയ്യുക, പരിഗണിക്കുക. അത് ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ്, തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉദ്ഘോഷിച്ചത്, ആദ്യമായി അച്ചടിച്ചത്, ആദ്യമായി അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് നമ്മൾ പറയപ്പെടുന്നത് ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ളയാണ്, ബാരിസ്റ്റർ ജി പരമേശ്വരൻ പിള്ളയാണ് എന്ന് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാണ്. ഈ ബാരിസ്റ്റർ ജി പി പിള്ളയെ നമ്മൾ കണക്കാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് ബാരിസ്റ്റർ ജി പി പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരുപാട് വർഷക്കാലം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. ഇദ്ദേഹം ആര് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അന്ന് നമ്മൾ ഇന്ന് കാണുന്ന യൂണിവേഴ്സിറ്റി കോളേജ്, ആ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്, ആ യൂണിവേഴ്സിറ്റി കോളേജിന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് മഹാരാജാസ് കോളേജ് എന്നാണ്. ആ മഹാരാജാസ് കോളേജിൽ നിന്ന് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ട ആദ്യ വിദ്യാർത്ഥിയുടെ പേരാണ് ആര്? ബാരിസ്റ്റർ ജി പി പിള്ള. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം എന്ത് ചെയ്തു? രാജകുടുംബത്തിനെ, അതായത് തിരുവിതാംകൂറിലെ രാജകുടുംബത്തിനെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? വിമർശിച്ചത്. ആ വിമർശിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം ഉൾപ്പെടുന്ന ഒരു 3 വിദ്യാർത്ഥികളെ അന്ന് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? പുറത്തു വിടുന്നത്. അന്ന് മഹാരാജാസ് കോളേജിൻ്റെ പ്രിൻസിപ്പള് ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC എന്ന് പറയുന്നതിനകത്ത് ഇദ്ദേഹം ഒരു അതുല്യനായ വിദ്യാർത്ഥിയാണ് എന്ന് എഴുതി വിട്ടത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് പിൽക്കാലത്ത് മദ്രാസിൻ്റെ ഭാഗമായിട്ടുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്, മദ്രാസ് സർവകലാശാല അഡ്മിഷൻ കിട്ടുന്നത്. അദ്ദേഹം പിൽക്കാലത്ത് അവിടെ നിന്ന് ബാരിസ്റ്റർ ലൈസൻസ് സ്വന്തമാക്കുന്നത്. അദ്ദേഹം നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന മോഡലെല്ലാം അറിയപ്പെടുകയാണ്. ഇദ്ദേഹത്തിനെയാണ് നമ്മൾ തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്ന് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവെന്ന് വിളിക്കുന്നത് ഇദ്ദേഹത്തിനെയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ആദ്യമായി പുറത്താക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. ഒരു കാര്യം കൂടി പറയാണ്, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം, ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി പോരാടുന്ന കാലഘട്ടം.
ആ ഗാന്ധിജി പോരാടുന്ന കാലഘട്ടത്തിൽ ഗാന്ധിജി പുറത്തിറക്കിയ ഒരു ലഘുലേഖയുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗ്രീൻ പാംപ്ലെറ്റ് എന്നാണ് അതിൻ്റെ. നമ്മൾ ഗ്രീൻ പാംപ്ലെറ്റ് എന്ന് വിളിച്ചാൽ അതിനെ പച്ച ലഘുലേഖ എന്നാണ് വിളിക്കുന്നത്. ആ പച്ച ലഘുലേഖ ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളിലും ഗാന്ധിജി അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ പ്രസിദ്ധീകരിക്കണം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നമ്മുടെ നീക്കമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് അച്ചടിച്ച് എന്ത് ചെയ്യണം, എനിക്കൊരു സപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഒരൊറ്റ പത്രം ഒഴികെ ബാക്കി ഒരൊറ്റ പത്രങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അച്ചടിച്ചിട്ടില്ല. ആ പത്രം അച്ചടിച്ച ആ പത്രത്തിൻ്റെ പേര് അത് മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നാണ്. ആ മദ്രാസ് സ്റ്റാൻഡേർഡ് ആരുടെ പത്രമാണ്? ബാരിസ്റ്റർ GP പിള്ളയുടെ പത്രമാണ്. അദ്ദേഹമാണ് അതിൻ്റെ എഡിറ്റർ. അതുകൊണ്ടാണ് ഗാന്ധിജിക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ള ആള്, ഗാന്ധിജിക്ക് ഉപദേശം നൽകിയിട്ടുള്ള മലയാളി, ഗാന്ധിജിയുടെ വഴികാട്ടിയായ മലയാളി എന്ന് ഗാന്ധിജി ആത്മകഥയിൽ എഴുതി വെച്ചത് ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ചാണ്. അത് മാത്രമൊന്നുമല്ല, ബാരിസ്റ്റർ GP പിള്ളയെ മറ്റ് പല കാര്യങ്ങളുമായിട്ടും ഗാന്ധിജിയായിട്ട് കണക്ട് ചെയ്യുന്ന പല സംഗതികളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തൽക്കാലം ബാരിസ്റ്റർ GP പിള്ള എന്നൊരു അതുല്യ മനുഷ്യൻ ഈ പറയുന്നതനുസരിച്ച് ഇതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ബാരിസ്റ്റർ GP പിള്ള കാരണമാണ് മലയാളി മെമ്മോറിയൽ എന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെയാണേ. അപ്പോൾ ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കാമല്ലോ മക്കളെ, നോക്കുക. ഈ ബാരിസ്റ്റർ GP പിള്ളയെ ഇതിലോട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നോക്കിക്കോ. ബാരിസ്റ്റർ G. Parameswaran Pillai, often referred to as the father of political movement in modern Travancore. He was a central figure who had previously been expelled from Maharaja's College for protesting these same policies. എന്നിവിടെ കൊടുക്കുന്നു. ഇവിടെ പറയുന്ന അനുസരിച്ച് നോക്കുക, ഫാദർ ഓഫ് ദ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇൻ മോഡേൺ ട്രാവൻകൂർ, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അത് മാത്രമല്ല, മഹാരാജാസ് കോളേജിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാരണങ്ങൾ ആദ്യമായിട്ട് പുറത്താക്കപ്പെടുന്ന വിദ്യാർത്ഥി കൂടിയാണ് എന്നുള്ളത് പറയാണ്. ഇത് ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ച് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. നെക്സ്റ്റ് CV രാമൻ പിള്ളയാണ്. അപ്പോൾ CV രാമൻ പിള്ള ശ്രദ്ധിച്ചു നോക്കുക. CV രാമൻ പിള്ള ഇവിടെ നിങ്ങൾക്കറിയാം ഒരു സാഹിത്യകാരനാണ്. അതായത് നോവലുകൾ എഴുതുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പത്രങ്ങളിൽ എഴുതുക, ഇങ്ങനെയുള്ള ഒരു സാഹിത്യകാരനാണ്. ഇദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്നത് കേരള സ്കോട്ട് എന്നാണ്. എന്താ വിളിക്കുന്നത്? കേരള സ്കോട്ട്. ഇദ്ദേഹത്തിനും ഈ തിരുവിതാംകൂറിലെ രാജകുടുംബത്തിനും തമ്മിലുള്ള ബന്ധം, ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ ഈ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അവിടുത്തെ 2 സ്റ്റാഫാണ്. അതായത് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ജോലിക്കാരായിരുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, ഈ പറയുന്ന അനുസരിച്ച് ഹി drafted the memorial and translated into മലയാളം എന്നാണ്. അതായത് ഇത് മലയാളത്തിലേക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് പറയാം, CV രാമൻ പിള്ളയാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ബാരിസ്റ്റർ GP പിള്ള ഒരു കീ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ബാരിസ്റ്റർ GP പിള്ളയുണ്ട്. അടുത്ത ആളിൻ്റെ പേര് ആരാണ്? CV രാമൻ പിള്ളയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്ത നോക്കുക, KP ശങ്കരമേനോൻ. മക്കളെ, ഈ പേര് ശ്രദ്ധിച്ച് പഠിക്കണം. ഞാനിവിടെ KP കേശവമേനോൻ എന്നല്ല പറഞ്ഞത്, KP ശങ്കരമേനോൻ എന്നാണ് പറഞ്ഞത്. പോകരുത്. കാരണം കാലഘട്ടം നോക്കി വെക്കുക, 1891. അപ്പോൾ നമ്മൾ പിൽക്കാലത്താണ് ആരിലേക്ക് വരുന്നത്, നമ്മൾ മാതൃഭൂമിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ KP കേശവമേനോനെ കുറിച്ച് പഠിക്കുന്ന, ഇപ്പം നമ്മൾ പഠിക്കുന്ന ആൾ ആരാണ്? KP ശങ്കരമേനോനാണ് കേട്ടോ. നോക്കുക, ഹി വാസ് ദ ഫസ്റ്റ് സിഗ്നേച്ചറി ഓഫ് ദ മെമ്മോറിയൽ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഇതിൽ ഒപ്പുവെച്ച ആദ്യ വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു? KP ശങ്കരമേനോൻ എന്നായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബാരിസ്റ്റർ GP പിള്ള, CV രാമൻ പിള്ള, അതുപോലെ KP ശങ്കരമേനോൻ. ഓക്കെയാണ്. നെക്സ്റ്റ് സബ്മിഷൻ ആൻഡ് സിഗ്നേച്ചറീസ് ആണ്. ദ മെമ്മോറിയൽ വാസ് സബ്മിറ്റഡ് ടു ശ്രീമൂലം തിരുനാൾ മഹാരാജ ഓൺ January 1st, 1891. It carried the signature of 10,028 individuals from various backgrounds. T. Ramarao was the Diwan at the time of submission. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സബ്മിഷനും അതുപോലെ തന്നെ ഇതിനകത്ത് ഒപ്പുവെച്ചത് ആരൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് സമർപ്പിച്ചതും ഒപ്പുവെച്ചതും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്.
ഈ മെമ്മോറിയൽ, അതായത് ഡ്രാഫ്റ്റായിട്ട് തയ്യാറാക്കിയ മെമ്മോറിയൽ ആർക്കാണ് നൽകിയതെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാൾ ആ രാജാവിനാണ് നൽകിയത്. എത്രയോ കൊല്ലം ചോദിച്ച ചോദ്യമാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഏത് രാജാവിനാണ്? അതാണ് ആര്? ശ്രീമൂലം തിരുനാൾ മഹാരാജാവ്. അത് എന്നാണ്? 1891 ജനുവരി മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ആർക്കാണെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാൾ, എന്നാണെന്ന് ചോദിച്ചാൽ 1891 ജനുവരി മാസം 1-ാം തീയതിയാണ്. ഇറ്റ് ക്യാരിഡ് ദ സിഗ്നേച്ചർ ഓഫ്, ഇതിനകത്ത് ആകെ ഒപ്പുവെച്ചിരിക്കുന്നത് എത്ര പേര് എന്ന് ചോദിച്ചാൽ ആ പേരാണ് എത്ര? 10,028. 10,028 പീപ്പിൾസ് ആണ്, ഇൻഡിവിജ്വൽസ് ആണ്. അവർ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിലും പെടുന്ന ആളുകളല്ല, അതായത് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഇതിനകത്ത് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇനി ഇത് ഒപ്പുവയ്ക്കുന്ന സമയത്ത് ആരാണ് തിരുവിതാംകൂറിൻ്റെ ദിവാൻ എന്നാണ്. ആ ദിവാന്റെ പേരാണ് ടി രാമറാവു എന്നാണ് ആളിൻ്റെ പേര്, ടി രാമറാവു. മക്കളെ, ഒരു പോയിന്റ് പോലും കളയരുത്, ഒരെണ്ണം പോലും കളയരുത്. ഒന്ന് ആർക്കാ സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിന്. എന്നാ സമർപ്പിച്ചത്? 1891 ജനുവരി മാസം 1-ാം തീയതി. എത്ര പേര് ഒപ്പുവെച്ചു? 10,028 പേര്. അത് ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണോ? അല്ല, വേരിയസ് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആരാണ് ഈ സമയത്ത് ദിവാൻ? അതായത് സമർപ്പിക്കപ്പെടുന്ന സമയത്ത് ദിവാൻ അത് ടി രാമറാവു ആണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്തത് ദ കൗണ്ടർ മെമ്മോറിയൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൗണ്ടർ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ എതിർ മെമ്മോറിയൽ എന്നാണ്. എന്താണ് എതിർ മെമ്മോറിയൽ? In response, a counter memorial was submitted on June 3, 1891, led by Rama Iyer to oppose the demands of Malayali Memorial എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പറയുന്നത് തിരുവിതാംകൂറിലെ നാനാജാതി മതത്തിൽപ്പെട്ട ആളുകളാണ് 10,028 പേര് ഒപ്പുവെച്ച് ഈ ഡ്രാഫ്റ്റായിട്ട് ആർക്ക് കൊണ്ട് കൊടുത്തത്? ശ്രീമൂലം തിരുനാളിന് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ ഇവരുടെ ആവശ്യം എന്താണ്? തിരുവിതാംകൂറിൽ ഉന്നത ഉദ്യോഗങ്ങൾക്ക് ഈ പറയുന്ന തമിഴ് ബ്രാഹ്മണരെ ഒഴിവാക്കിയിട്ട് ഇവിടെയുള്ള ആളുകളെ എന്ത് ചെയ്യുക? പരിഗണിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വരാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന തമിഴ് ബ്രാഹ്മണർ ഉറപ്പായിട്ടും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടാവും. ആ പ്രതികരണമാണ് അല്ലെങ്കിൽ റിയാക്ഷനാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് കൗണ്ടർ മെമ്മോറിയൽ. ആ കൗണ്ടർ മെമ്മോറിയൽ എന്നാണ്? ജൂൺ മാസം 3-ാം തീയതി 1891 എന്ത് ചെയ്തത്? നടന്നിട്ടുള്ളത്. അത് രാമയ്യർ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന് എന്ത് ചെയ്തത്? നയിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണ്? മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഡ്രാഫ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നടത്തരുത് എന്നായിരുന്നു ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന സംഗതികൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയലും പറഞ്ഞല്ലോ. കുറച്ച് കാര്യങ്ങളിവിടെ പറയാനുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു വിദേശിയുടെ പേര് ക്ലാസ്സിൽ പഠിക്കാൻ പോവാണ്. ഞാൻ വിദേശിയുടെ പേരിവിടെ എഴുതുന്നത് ഇങ്ങനെയാണ്: എർലി നോർട്ടൺ. ഈ എർലി നോർട്ടൺ ആരാണെന്ന് ചോദിച്ചാൽ ശരിക്കും ഈ ബാരിസ്റ്റർ GP പിള്ള ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അതിന് നിയമോപദേശം നൽകിയ ആളിൻ്റെ പേരാണ് എർലി നോർട്ടൺ. ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ബാരിസ്റ്റർ GP പിള്ളയുടെ സീനിയർ മോസ്റ്റ് വക്കീലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ ഇദ്ദേഹമാണ് പറഞ്ഞത്, നിങ്ങളൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരും കൂടെ ഇത് എന്ത് ചെയ്യും? ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂറിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ കൂടെ ഇതിനകത്തേക്ക് എത്താൻ കാരണം ആരാണെന്ന് ചോദിച്ചാൽ ആളിൻ്റെ പേരെന്താ? എർലി നോർട്ടൺ എന്നാണ്. അപ്പോൾ ഇതിന് നിയമസഹായം നൽകിയിട്ടുള്ള ഒരാളും കൂടിയാണ്. ഞാൻ ഓൾറെഡി ഇതിനകത്ത് KP ശങ്കരമേനോൻ്റെ പേര്, ബാരിസ്റ്റർ GP പിള്ളയുടെ പേര്, ഇനി അടുത്ത് നമ്മൾ ഡോക്ടർ പൽപ്പുവിൻ്റെ പേര്, ഇനി CV രാമൻപിള്ള ഓൾറെഡി നമ്മൾ ഇതിനകത്തേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവന്നു. ഈ CV രാമൻപിള്ള ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ഒരു പത്രമുണ്ട്, മിതഭാഷി എന്നാണ് പത്രം. ആ പത്രത്തിൽ ഇദ്ദേഹം നിരന്തരമായിട്ട് ഈ സംഭവം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ തിരുവിതാംകൂറിൽ നടക്കുന്ന ഇങ്ങനെയുള്ള സംഭവം ഇദ്ദേഹം ലേഖനങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലേഖനങ്ങളെ മുഴുവൻ സമാഹരിച്ചുകൊണ്ട് പിൽക്കാലത്തൊരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിൻ്റെ പേരാണ് വിദേശീയ മേധാവിത്വം. ആ പുസ്തകത്തിൻ്റെ പേര് വിദേശീയ മേധാവിത്വം എന്നാണ്. ഇന്ന് കൊല്ലം ജില്ലയിലുള്ള ഒരു സ്കൂള്, ആ സ്കൂളിലിരുന്നു കൊണ്ടാണ് ഇവർ ഈ പറയുന്ന മലയാളി മെമ്മോറിയലിൻ്റെ ആദ്യത്തെ സമ്മേളനം കൂടുന്നത്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ സ്കൂളിനെ മലയാളി സഭാ സ്കൂൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സ്കൂൾ മലയാളി സ്കൂൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ മലയാളി മെമ്മോറിയലിന് എന്താണ് സമൂഹത്തിൽ ഉണ്ടാകാൻ സാധിച്ച അല്ലെങ്കിൽ ഒരു മാറ്റം എന്തെന്ന് ചോദിച്ചാൽ
നിങ്ങൾ ആലോചിക്കുക, നാനാജാതി മതത്തിൽപ്പെട്ട ആളുകളെല്ലാം കൂടി ചേർന്ന് ഒപ്പുവെച്ച് ഇവിടെ കൊണ്ടുവരുന്ന ഒരു ഡ്രാഫ്റ്റ്. ആ ഡ്രാഫ്റ്റ് ശ്രീമൂലം തിരുനാൾ വായിച്ച് നോക്കി പുള്ളിക്ക് അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാവുന്നു. അദ്ദേഹത്തിന് അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി. കാര്യമുണ്ടെന്ന് മനസ്സിലായിട്ട് തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങൾക്ക് ഇവിടെയുള്ള സാധാരണ വിദ്യാസമ്പന്നരെ കൂടി പരിഗണിക്കാമെന്ന് ആര് ഉറപ്പ് കൊടുത്തു? ഇദ്ദേഹം ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പ് കൊടുത്തതോടുകൂടി ഈ മലയാളി മെമ്മോറിയൽ ഒരു വിജയമായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇത് വലിയൊരു പ്രക്ഷോഭമായിട്ട് ആരംഭിക്കുകയും ഒരു വിജയമായിട്ട് മാറുകയും സാധാരണ ജനങ്ങളെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ ആർക്ക് കഴിഞ്ഞു? അന്ന് ഈ പറയുന്ന മെമ്മോറിയലിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഒരു ഇമ്പാക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈഴവ മെമ്മോറിയൽ ആണ്. അത് നമുക്കറിയാം 2 മെമ്മോറിയലാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് ഇവിടെ നമ്മൾ 1 എന്നും ഇവിടെ നമ്മൾ 2 എന്നും കൊടുക്കുകയാണ്. അപ്പോൾ 1ഉം 2ഉം ഒന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഈഴവ മെമ്മോറിയൽ വരുന്നത് 1 1896 അപ്പോൾ 1896 ഫസ്റ്റ് ഈഴവ മെമ്മോറിയൽ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ മെമ്മോറിയൽ ആണെങ്കിൽ 1900 ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ 1900 ഉണ്ടാവുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഇപ്പോൾ 1896 1900 2 മെമ്മോറിയലാണ് എവിടെ ഉണ്ടായിട്ടുള്ളത്? ഈഴവ മെമ്മോറിയൽ എന്ന പേരിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈഴവ മെമ്മോറിയൽ എന്താണെന്നുള്ളതാണ് അടുത്ത് എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത് കേട്ടോ. മക്കളെ ഇവിടെ നോക്കിക്കോ. ഈ ഈഴവ മെമ്മോറിയലിൻ്റെ ശില്പി എന്ന് വിളിക്കുന്നത് ഡോക്ടർ പൽപ്പുവിനെയാണ്. ഇദ്ദേഹം മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചു. അതൊരു വിജയമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ഇതിൻ്റെ ഉപയോഗം ഉണ്ടായത് ശരിക്കും സവർണർക്കാണ് എന്നുള്ളത്. അദ്ദേഹം പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന സവർണർക്കാണ് കൂടുതൽ ജോലികൾ ലഭിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഈഴവ വിഭാഗത്തിലും മറ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിലുള്ള ആളുകൾക്കൂടെ ജോലി എന്ത് ചെയ്യണം? വേണം. അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയ ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ കാണുന്ന ഈഴവ മെമ്മോറിയൽ. അതിനെന്ത് സംഭവിച്ചു, എന്താണ് അതിന് സംഭവിച്ചതെന്നുള്ള കോണ്ടന്റ് ആണ് നമ്മൾ ഇനി ഇവിടെ നോക്കാൻ പോണത്. നോക്കുക. മോഡൽഡ് ആഫ്റ്റർ ദ മലയാളി മെമ്മോറിയൽ, ദ ഈഴവ മെമ്മോറിയൽ വാസ് എ സ്പെസിഫിക് സ്ട്രഗിൾ ഫോർ ദ right of Izhava community who were then denied entry into government school and civil service. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മലയാളി മെമ്മോറിയലിന് ശേഷം, അതായത് മലയാളി മെമ്മോറിയലിന് ശേഷം ഈഴവ മെമ്മോറിയൽ വലിയൊരു സ്ട്രഗിള് എന്ത് ചെയ്യുന്നു? ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. റൈറ്റ് ഓഫ് ഈഴവ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടൊരു സ്ട്രഗിള് എന്ത് ചെയ്യുന്നു? ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അത് മാത്രമല്ല, ആ പറയുന്നതിൽ ഈ പറയുന്നതാണ് ഹൂ വയർ ദെൻ ഡിനൈഡ് എൻട്രി ഇൻ ടു ഗവൺമെൻറ് സ്കൂൾ ആൻഡ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് മലയാളി മെമ്മോറിയൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് സവർണർക്ക് വേണ്ടിയിട്ടാണ് അത് കൂടുതൽ ഉപയോഗത്തിലേക്ക് വരാൻ സാധിച്ചത്. എന്നാൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ എന്താണ് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതിങ്ങനെയാണ് പറയുന്നത്, ഗവൺമെൻറ് സ്കൂളുകളിലേക്കോ സിവിൽ സർവീസിലേക്കോ, അതായത് ഉദ്യോഗങ്ങളിലേക്കോ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന വ്യക്തികളെ കടത്തിക്കൊണ്ട് ചെല്ലാത്തൊരു സാഹചര്യമാണ് നമുക്ക് എവിടെ ഉണ്ടാവുന്നത്? ഈ പറയുന്ന ഈഴവ മെമ്മോറിയൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് പറയുന്നത്. ദ ഫസ്റ്റ് ഈഴവ മെമ്മോറിയൽ 1896 ഉണ്ടാവുന്നത്. അത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. എന്താണ് സംഭവം എന്ന് നോക്കാം. ലീഡർഷിപ്പ് എന്ന് നോക്കുക. ദ മൂവ്മെന്റ് വാസ് ലെഡ് ബൈ ഡോക്ടർ പൽപ്പു, who had personally experienced discrimination when he was denied a medical job in Travancore despite his qualification, forcing him to work in Mysore എന്ന് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതായത് ഇതിൽ നമ്മൾ ഫസ്റ്റ് ഈഴവ മെമ്മോറിയൽ ഉണ്ടാവാൻ തന്നെ കാരണം ആരാണെന്ന് ചോദിച്ചാൽ, അതിലെ നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പുവിന് പേഴ്സണലി ഈ പറയുന്ന അനുസരിച്ച് ഒരു ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്യുന്നു? ഒരു ജാതി വിവേചനം ഇദ്ദേഹത്തിന് അവിടെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇദ്ദേഹത്തിന് പഠിപ്പിക്കാൻ, അതായത് തിരുവിതാംകൂറിൽ ഇദ്ദേഹത്തിന് മെഡിക്കൽ ബിരുദം കരസ്ഥമാക്കാൻ പോലും എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ജാതി കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇദ്ദേഹം മദ്രാസ് സർവകലാശാലയുടെ ഭാഗമായിട്ടൊക്കെ പോയി പഠിച്ച് ഇദ്ദേഹത്തിന് മെഡിക്കൽ ബിരുദം ലഭിച്ചിട്ട് ഇദ്ദേഹം ഒരു ജോലിക്ക് തിരുവിതാംകൂറിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതി, ഇദ്ദേഹം ഈഴവ വിഭാഗത്തിൽപ്പെടുന്ന OBC, അതായത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പെട്ട ഒരാളായതുകൊണ്ട് ഇദ്ദേഹത്തിന് ജോലി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഇവിടെ പോയി ജോലി ചെയ്യേണ്ടി വരുന്നു. ഇദ്ദേഹത്തിന് മൈസൂരിൽ പോയി ജോലി ചെയ്യേണ്ടി വന്നു.
അപ്പോൾ ഇദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തൊരു സംഗതിയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം എന്തിലേക്ക് വരുന്നത്, ഈഴവ മെമ്മോറിയൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് തെറ്റു പറയാൻ സാധിക്കില്ല. ഇദ്ദേഹത്തിന് പോലും മെഡിക്കൽ ബിരുദധാരിയായ അദ്ദേഹത്തിന് പോലും ഒരു ജോലി കൊടുക്കാൻ ജാതി കൊണ്ട് ആ സമയത്ത് സാധിക്കാത്തത് കൊണ്ടാണ് ഇദ്ദേഹം ഈഴവ മെമ്മോറിയലിൻ്റെ ഡ്രാഫ്റ്റിങ്ങിലേക്ക് പോയത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. നോക്കുക, ഇതിൻ്റെ സബ്മിഷനാണ്. ഇത് എങ്ങനെയാണ്, ആർക്കാണ് കൊടുത്തതെന്നുള്ളതാണ് നോക്കുക. ഇറ്റ് വാസ് സബ്മിറ്റഡ് ടു ശ്രീമൂലം തിരുനാൾ ഓൺ സെപ്റ്റംബർ 3, 1896 എന്ന് ഇവിടെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ശ്രീമൂലം തിരുനാളിനാണ് കൊടുത്തത് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ഈ ശ്രീമൂലം തിരുനാൾ ഇത് നേരിട്ട് കൈപ്പറ്റിയിട്ടില്ല. നേരിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, കൈപ്പറ്റിയിട്ടില്ല. പിന്നെ ആരാണ് ഇത് കൈപ്പറ്റിയെന്ന് ചോദിച്ചാൽ ആ ആളിൻ്റെ പേരാണ് ശങ്കര സുബ്ബയ്യർ. ആളിൻ്റെ പേര് ഞാൻ ഇവിടെ എഴുതുകയാണ്, ശങ്കര സുബ്ബയ്യർ എന്നാണ് ആളിൻ്റെ പേര്. അത് ആരാണെന്ന് ചോദിച്ചാൽ ഈ കാലയളവിൽ തിരുവിതാംകൂറിൻ്റെ ദിവാനാണ് ആര്, ശങ്കര സുബ്ബയ്യർ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് തന്നെയാണ് എന്ത് ചെയ്തത്, സമർപ്പിച്ചത്. കാരണം ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം 1885 മുതൽ 1924 വരെ 39 വർഷമാണ്. ഈ 39 വർഷ കാലയളവിനിടയിൽ തന്നെയാണ് ഈ 1896 വരുന്നത്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ഈ സമയത്ത് സ്വീകരിച്ചത് ദിവാൻ ശങ്കര സുബ്ബയ്യരാണ്. നെക്സ്റ്റ് നോക്കുക, സിഗ്നേച്ചറീസ് ആണ് നോക്കുന്നത്. പെറ്റീഷൻ വാസ് സൈൻഡ് 13,176 മെമ്പേഴ്സ് ഓഫ് ദ ഈഴവ കമ്മ്യൂണിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. 13,176 മക്കളെ, നമ്പർ മാറിപ്പോവരുത്. 128 ഈ നമ്പർ മലയാളി മെമ്മോറിയൽ. 13,176 ഇത് ഏതാണ്? ഇത് ഒന്ന്, അതായത് ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടിരിക്കുന്ന എത്രയാണ്, 13,176 13,176 മെമ്പേഴ്സ് ഓഫ് ഈഴവ കമ്മ്യൂണിറ്റി എന്നാണ് കേട്ടോ. ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുകയാണെങ്കിൽ പോലും ഈഴവ കമ്മ്യൂണിറ്റി മാത്രമായിരുന്നില്ല, മറ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഇതിനകത്ത് ഒപ്പുവെച്ചു എന്നാണ് പറയപ്പെടുന്നത്. ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ്, ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈഴവർ മാത്രമായിരിക്കാം ഇതിനകത്ത് എന്ത് ചെയ്തത്, ഒപ്പുവെച്ചിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നോക്കുക, ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇറ്റ് ഡിമാൻഡഡ് എ ജസ്റ്റിസ് ഫോർ ഈഴവാസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ്. ശങ്കര സുബ്ബയ്യ വാസ് ദിവാൻ ഡ്യൂറിങ് ദിസ് പീരീഡ് എന്നും ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നോക്കുക, ഇറ്റ് ഡിമാൻഡഡ് ജസ്റ്റിസ് ഫോർ ഈഴവാസ്. ഇവർ ഈഴവരുടെ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്, ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിനകത്ത് പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് എന്താണ് വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തിൽ ഈഴവർക്ക് വേണ്ട ഇമ്പോർട്ടൻസ്, ഗവൺമെൻറ് ജോലികൾ വേണ്ടിയിട്ടുള്ള സംഭരണം, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ സമയത്ത് ശങ്കര സുബ്ബയ്യാണ് ഈ സമയത്ത് ദിവാൻ എന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാണെന്ന് ചോദിച്ചാൽ 1896 സെപ്റ്റംബർ 3 ഏത് രാജാവിൻ്റെ കാലത്ത്, അത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത്. ഏത് ദിവാൻ്റെ കാലത്ത്, ദിവാനാണ് കൊടുത്തത്, ശങ്കര സുബ്ബയ്യർക്ക് നേരിട്ട് കൊടുത്തു. എന്തായിരുന്നു ഡിമാൻഡ്സ് എന്ന് ചോദിച്ചാൽ ഡിമാൻഡ്സ് ഇത്രയേ ഉള്ളൂ. അത് ഒന്ന്, ഈഴവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിന് റിസർവേഷൻ കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത്. ഇതാ സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഈ പറയുന്ന അനുസരിച്ച് 1900 എന്ത് രണ്ടാം ഈഴവ മെമ്മോറിയൽ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. മക്കളെ, ഇത് ഒരു കാര്യം കൂടി പറയാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയ്, ആ വൈസ്രോയുടെ പേരാണ് കഴ്സൺ പ്രഭു. അപ്പോൾ കഴ്സൺ പ്രഭു വരികയാണെന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹം ഡോക്ടർ പൽപു ഈ ഡ്രാഫ്റ്റ് വീണ്ടും കൊണ്ടുവന്ന് ആരെ കൊടുക്കുകയാണ്, കഴ്സൺ പ്രഭുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതായത് ഓൾറെഡി ഇത് തിരുവിതാംകൂറിൽ കൊടുത്തപ്പോൾ അതിന് റിസൾട്ട് എന്താണെന്നും കൂടെ നിങ്ങൾ അറിയുക, അത് ഇവിടെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഈ ശങ്കര സുബ്ബയ്യർ ഇത് നോക്കിയിട്ട് അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരോട് പോയി പറയുന്നു, ശ്രീമൂലം തിരുനാളിനോട് പോയി പറയുന്നു. അപ്പോൾ ശ്രീമൂലം തിരുനാൾ പറഞ്ഞത്, ഇതുപോലെ ഓരോ ജാതിയിലുള്ളവർ ഇതേപോലെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ജാതിയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് ഇങ്ങനെ ഒരു ജാതിയിലുള്ളവർക്ക് മാത്രമായിട്ട് ആനുകൂല്യങ്ങൾ നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടാം ഈഴവ മെമ്മോറിയൽ തള്ളിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ മലയാളി മെമ്മോറിയൽ വിജയമായിരുന്നുവെങ്കിലും
ഇവിടെയുള്ള ഈഴവ മെമ്മോറിയൽ അത് ഒരു പരാജയമായി തന്നെ മാറുകയും അത് പിൽക്കാലത്ത് കഴ്സൺ പ്രഭുവിന് ആര് സമർപ്പിക്കുകയും ചെയ്യുന്നു, ഡോക്ടർ പൽപ്പു സമർപ്പിക്കുകയും ചെയ്യാണ്. അതെന്താണെന്നാണ് നമ്മൾ ഇനി ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. നോക്കുക. Dissatisfied with the local government's response, a second memorial was prepared under Dr. Palpu's leadership എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ പറയുന്നു ഓൾറെഡി ഡിസാസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ തിരുവിതാംകൂറിലെ ഗവൺമെൻറ് പറഞ്ഞത് ഒരു പ്രത്യേക ജാതി വിഭാഗത്തിന് മാത്രമായിട്ട് ആനുകൂല്യങ്ങൾ നൽകാൻ സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇവരിത് ഒഴിവാക്കുന്നത്. അപ്പോൾ അതിൽ വിഷമമുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്ത് ഒട്ടും സംതൃപ്തനല്ലാത്ത ഡോക്ടർ പൽപ്പു രണ്ടാമത്തെ ഒരു മെമ്മോറിയൽ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇറ്റ് വാസ് പ്രസൻറ്റഡ് ടു വൈസ്രോയി ലോർഡ് കഴ്സൺ ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ട്രാവൻകൂറിൻ 1900. അതായത് ഇവിടെ പറയുന്നത് വൈസ്രോയി ലോർഡ് കഴ്സൺ എന്ത് ചെയ്യുന്നു, ഇവിടെ വരുന്നു. ഇപ്പോൾ ഈ യാത്ര നിങ്ങൾ മറന്നു പോകില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇദ്ദേഹമാണ് ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്നൊക്കെ ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഈ തിരുവിതാംകൂറിലേക്ക് വരികയാണ്. തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ ഒരു ഡോക്ടറാണ് ഡോക്ടർ പൽപ്പു. അപ്പോൾ അദ്ദേഹം ആ ഒരു ലെവലിൽ ചെന്ന് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ഇത് 1900 അദ്ദേഹത്തിന് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ഔട്ട്കം എന്നാണ് നമ്മൾ റിസൾട്ട് എന്നാണ് നോക്കുന്നത്. ലോർഡ് കഴ്സൺ ഡിക്ലൈൻഡ് ടു ഇന്റർവെയിൻ സ്റ്റേറ്റിംഗ് ഹി കുഡ് നോട്ട് ഇന്റർഫിയർ ഇൻ ദ ഇന്റേണൽ അഫയേഴ്സ് ഓഫ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ ഈ പറയുന്ന ലോർഡ് കഴ്സൺ ഇത് മേടിച്ചൊന്ന് വായിച്ചു പോലും നോക്കാൻ തയ്യാറാവാതെ തള്ളിക്കളയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ റീസൺ ഇതാണ്, നാട്ടുരാജ്യങ്ങളുടെ, ഇദ്ദേഹം ഈ ബ്രിട്ടീഷ് ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന ഭരണാധികാരിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഇതാണ്, നാട്ടുരാജ്യങ്ങളുടെ ഭരണപരമായ കാര്യങ്ങളിൽ, ചെറിയ കാര്യങ്ങളാണല്ലോ, ഇത് കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇതിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാം ഈഴവ മെമ്മോറിയലും നയിച്ചത് ആര് തന്നെയാണ്, അത് ഡോക്ടർ പൽപ്പു തന്നെയാണ്. ആർക്ക് സമർപ്പിച്ചു, ലോർഡ് കഴ്സന് സമർപ്പിച്ചു. പിന്നീട് എന്തായിരുന്നു ഔട്ട്കം എന്ന് പറഞ്ഞു, നാട്ടുരാജ്യങ്ങളുടെ ഭരണപരമായ ചെറിയ കാര്യങ്ങൾ ഇടപെടാൻ സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യുന്നു, അതിനെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മക്കളെ, നമ്മൾ ഈ ക്ലാസ്സിൽ സമഗ്രമായി പഠിച്ചത് എന്തിനെക്കുറിച്ചാണ്, നമ്മൾ മലയാളി മെമ്മോറിയലിനെ കുറിച്ചും ഈഴവ മെമ്മോറിയലിനെ കുറിച്ചുമാണ് ക്ലാസ്സിൽ നമ്മൾ സമഗ്രമായിട്ട് പഠിച്ചത്. അപ്പോൾ ഈ ടോപ്പിക്ക് മുഴുവനായിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് റിവിഷൻ ചെയ്ത് ഓടി വരാം. കാരണം എന്താണ് പഠിച്ചതെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് മലയാളി മെമ്മോറിയൽ വർഷം പറ 1891 വർഷം. അത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഒരു മേജർ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. മലയാളി മെമ്മോറിയലിനെ നമ്മൾ ട്രാവൻകൂർ മെമ്മോറിയൽ എന്ന് വിളിക്കും. തമിഴ് ബ്രാഹ്മൺസിനാണ് ഉന്നത ഉദ്യോഗങ്ങൾ ഇവിടെ കൊടുത്തിരുന്നത്. അത് രാമയ്യൻ ദളവയുടെ കാലം മുതൽ ഉണ്ടായിരുന്ന ഒരു പതിവാണ്. ആ പതിവിനാണ് മാറ്റം വരേണ്ടത് എന്നുള്ളത് ആർക്ക് മനസ്സിലായി, ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് തിരുവിതാംകൂറിൽ ഉന്നതമായിട്ടുള്ള ഉദ്യോഗങ്ങൾക്ക് ഇവിടെയുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരെ പരിഗണിക്കണമെന്ന് കാണിച്ചുകൊണ്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അതിൻ്റെ മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്കെന്നാണ്. ഈ മുദ്രാവാക്യം ആദ്യമായിട്ട് അച്ചടിച്ച് വന്ന പത്രത്തിൻ്റെ പേര് മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നാണ്. മദ്രാസ് സ്റ്റാൻഡേർഡിന് എഡിറ്ററായിരുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്നത് എഡിറ്റർമാരുടെ എഡിറ്റർ എന്ന് വിളിക്കുന്നത്, എഡിറ്റേഴ്സ് എഡിറ്റർ എന്ന് വിളിക്കുന്നത്. എഡിറ്റർമാരുടെ എഡിറ്റർ ആരാണ്, ബാരിസ്റ്റർ GP പിള്ളയാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ആരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തികളെന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ള, CV രാമൻ പിള്ള, KP ശങ്കരമേനോൻ തുടങ്ങിയിട്ടുള്ള ആളുകളെ കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ എതിർ മെമ്മോറിയലിനെ കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആർക്കാണ് സമർപ്പിച്ചത്, ശ്രീമൂലം തിരുനാളിന് 1891 ജനുവരി മാസം 1-ാം തീയതിയാണ്. 1028 പേര് ഒപ്പുവെച്ചു. T രാമറാവു ആണ് ആ സമയത്ത് ദിവാനായിരുന്നത്. എതിർ മെമ്മോറിയൽ 1891 ജൂൺ മാസം 3-ാം തീയതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈഴവ മെമ്മോറിയൽ 1896 1900 ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണക്കാരൻ ആരാണ്, ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പുവിന് പോലും ജാതി വിവേചനം നേരിട്ട അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യമാണ് തിരുവിതാംകൂർ എന്ന് ക്ലാസ്സിൽ പറഞ്ഞു. എന്നാണ് ഇത് സമർപ്പിച്ചത്, ഏത് ദിവാനാണ് സമർപ്പിച്ചത് അറിയാം, അത് ശ്രീമൂലം തിരുനാളിൻ്റെ ദിവാനായ ശങ്കര സുബ്ബയ്യർക്കാണ് എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല,
രണ്ടാം ഈഴ മെമ്മോറിയൽ 1900-ലാണ്. അത് ലോർഡ് കഴ്സനാണ് സമർപ്പിച്ചത്. അതിൻ്റെ ഔട്ട്കം എന്താണെന്നും ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.